ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, കാറ്റും മഴയൊക്കെ ആയിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരളത്തിലൊക്കെ ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ ഇന്ന് നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിക്കുകയാണ്, അടുപ്പത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചൂടുള്ള കുറച്ച് വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് കടല തലേ ദിവസം വെള്ളത്തിലിട്ടതാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ വേറെ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കണ്ടേ. വെള്ളം തിളപ്പിച്ച് മാവൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതൊന്ന് നന്നായിട്ട് എണ്ണ പുരട്ടി കുഴച്ച് വെക്കണം. അപ്പോൾ നമ്മൾ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടലയൊക്കെ വെന്തു. എനിക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് സോയാബീനും കോളിഫ്ലവറും കൂടിയിട്ട് വറുത്തിട്ട് കടലയും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വെക്കണത്. അപ്പോൾ അങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിൽ തേങ്ങ വറക്കാം. അപ്പോൾ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവറും സോയാബീനും കൂടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് കടലയും കൂടിയിട്ടല്ലേ നമ്മൾ വെക്കണത്. അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് നല്ല ചോക്കെ വറുത്തെടുക്കണം. ചെറിയ തീയിലെണ്ണ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പ്ലേറ്റിൽ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയും കൂടി നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്ന കാരണം എനിക്കത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലേക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കരിഞ്ഞു പോകരുത്, നല്ല ചോക്കെ വറുക്കാൻ വേണം. അപ്പോൾ അതിൽ സ്പൈസസ് ഒക്കെ ഇട്ട് വറുത്തതല്ലേ. നമ്മൾ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. ഗരം മസാല പൊടിയായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് എങ്ങനെ സ്പൈസസ് ആയിട്ടിട്ടത്. പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കോളിഫ്ലവറും സോയാബീനും കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി വെച്ചതാണ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സോയാബീൻ വറുക്കുമ്പോൾ എത്ര എണ്ണ ഒഴിച്ചാലും അതങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ സോയാബീനിലേക്കും എണ്ണ പെടുകയും ചെയ്യും. കുറച്ച് എണ്ണ മതി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാം നമുക്ക് നന്നായിട്ടൊന്നിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തത്. കുറച്ചെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത്. അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഉണ്ടായിരുന്നില്ല, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാവുന്നതാണ്. പച്ചമുളക് ഉണ്ടായിരുന്നില്ല. പച്ചമുളക് ടെറസിൻ്റെ മുകളിൽ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് കയറാൻ ഭയങ്കര വഴുക്കലാണ്. മഴ പെയ്തിരിക്കുകയല്ലേ, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള മടി കൊണ്ടാണ് പച്ചമുളക് പൊട്ടിക്കാതിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വഴന്ന് വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ കൂടി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയുടെ പൊടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ടത്. അപ്പോൾ ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയും കൂടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് തക്കാളിയുടെ ആ നീര് കിടന്ന് തന്നെ നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അവസാനം പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നത്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ രാവിലത്തെ കലാപരിപാടികളാണ് കേട്ടോ. അവർക്ക് നന്നായി തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അലമാരിയിലിരുന്ന് കോട്ടൊക്കെ എടുത്തിട്ടേക്കുകയാണ്. നന്നായി തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിന്നൊക്കെ നീരിറങ്ങി ഏകദേശം നന്നായി വെള്ളമൊക്കെ വന്ന് ആ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം.
നന്നായി വെന്തിട്ടുണ്ട് തക്കാളി. വെന്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നന്നായിട്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടച്ച് എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീനും കോളിഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലത്തെ വെള്ളം മാത്രം മതി ഇത് വേവാൻ വേണ്ടിയിട്ട്. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കടലയുടെ ആവശ്യത്തിന് വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം വഴറ്റിയതാണല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ വേവാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോയാബീനും കോളിഫ്ലവറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കടല ഓൾറെഡി നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത് കാരണം അതിന് പ്രത്യേകിച്ച് വേവൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്ന് തണുക്കുമ്പോൾ അത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പാകത്തിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ചേർത്തിട്ട് പാകത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു കറിയിൽ വേണമെങ്കിൽ കുറച്ച് ഉള്ളി താളിച്ചിടാം കേട്ടോ. ഞാൻ ഉള്ളിയൊന്നും താളിച്ചിരുന്നില്ല. തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് എടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. എരിവ് കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തൂവിയിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് മാവായിരുന്നു. ഞാൻ ഇവിടെ തന്നെ അരി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വറുത്തെടുത്തതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിരുന്നു പൊടിയൊക്കെ. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ എണ്ണ കുറച്ച് തടവിയിട്ട് അതിലേക്ക് നമ്മുടെ മാവൊക്കെ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ തട്ട് വീതാണ് കേട്ടോ ഞാൻ വെക്കണത്. അപ്പോൾ അത് അങ്ങനെ അപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കറി. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കറി. നമ്മൾ കറി തണുത്തതിന് ശേഷം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കറി. ഇതുപോലെ ഇടിയപ്പത്തിന് മാത്രമല്ല കേട്ടോ, ഈ ഒരു കറി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അപ്പത്തിനും ദോശയ്ക്കൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്ത് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടും കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും കുരുമുളകൊക്കെ കൂടിയിട്ട് നന്നായി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചു. അതിന് ശേഷം കുറച്ച് സ്പൈസസൊക്കെ നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും അതുപോലെ കുറച്ച് പെരുംജീരകവും കൂടി നന്നായി ചതച്ചെടുത്ത മിക്സും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും കൂടി ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടോ. ഒരു വലിയൊരു തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വലിയ തക്കാളി ഒരെണ്ണം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെച്ചു. എന്നിട്ട് നമ്മളത് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇടയ്ക്കൊന്ന് നമ്മൾ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ച് പോവും. എന്നിട്ട് നമ്മുടെ ഈ ഒരു സവാളയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, 2.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ടു കേട്ടോ. എന്നിട്ട് എല്ലാ പൊടികളും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ഇടുന്നത്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു തക്കാളിയുടെ ആ ഒരു നീരിൽ കിടന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്ത് വരികയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നല്ലൊരു മണം. പിന്നെ നന്നായിട്ട് അതൊന്ന് വറുത്ത് വരികയും ചെയ്യും. ഇങ്ങനെ സാധാരണ നമ്മൾ വറുക്കുന്നതിനേക്കാൾ നന്നായിട്ട് തക്കാളിയുടെ ആ ഒരു നീരിൽ കിടന്നിട്ട് നന്നായിട്ട് അതൊന്ന് റെഡിയാവുകയും ചെയ്യും. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇതുകൊണ്ട് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീര് തന്നെ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ ആ ഒരു കൂട്ടിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുകയാണ് കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മുടെ ആ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. വേണ്ടാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ കിടന്ന് വെന്തോളും. അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കനിലുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ചിക്കനിലുള്ള വെള്ളം ഇറങ്ങിയിട്ട്
അത് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ വയ്ക്കാൻ അറിയാവുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഈ റെസിപ്പി ഒന്ന് കാണിച്ചത്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു മണവും നല്ല ടേസ്റ്റാണ് ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വെച്ച് നോക്കാത്തവർ എന്തായാലും വെക്കണം. ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും, വെച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇങ്ങനെ ചിക്കൻ വെച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്ത് അങ്ങനെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ചാൽ മതി, അടച്ച് വെക്കാതിരുന്നാൽ മതി. അപ്പോൾ അടച്ച് വെക്കാതിരുന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു വേവ് ആയി എന്നുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ ഇരുന്ന് കുറുകിയിട്ട് ചാറ് ഇല്ലാണ്ടാവും. അപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ പാകത്തിന് അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചാറ് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ അങ്ങനെ വെന്ത് പാകമായി ആവശ്യത്തിന് ചാറൊക്കെ കുറുകി വന്ന് റെഡി ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, രാത്രിയിൽ നല്ല മഴയുണ്ട്. അപ്പോൾ ചൂട് ചിക്കൻ കറിയും ചോറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ. അപ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.